لا إله إلا الله الله أكبر الله أكبر ولله الحمد أما بعد فاتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു നമ്മുടെ ഈ പരിപെരുന്നാൾ നമസ്കാരവും അനുബന്ധമായ മറ്റു പുണ്യകർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു മനുഷ്യന്റെ നന്മക്കും അവന്റെ ശാരീരികവും മാനസികവുമായ സുഖത്തിനും ക്ഷേമത്തിനും സന്തോഷത്തിനുമൊക്കെയാണ് ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിൽപ്പെട്ട സന്തോഷത്തിൻ്റെയും ആനന്ദം പങ്കുവെക്കുന്നതിൻ്റെയും ഒരു അവസരമായിട്ടാണ് ഈ ബലിപെരുന്നാൾ ദിവസത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന നാൽക്കാലികൾ അവ ബലിയർപ്പിച്ചുകൊണ്ട് ഏതാനും ദിവസം, നിശ്ചിതമായ ദിവസങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക, ഓർക്കുക, നന്ദിയോടുകൂടെ ജീവിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായി അല്ലാഹു നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ശ്രദ്ധയിലും മനസ്സിലും ഉണ്ടാവേണ്ടത്. ഒന്ന്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ്. നാം ഇതുവരെയും മുഴക്കിയിരിക്കുന്ന തക്ബീർ, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനല്ലാതെ ഇലാഹ് മറ്റാരുമില്ല, എല്ലാ സ്തുതികളും ആധിപത്യവും അവനാകുന്നു എന്നിങ്ങനെയുള്ള ഈ തസ്ബീഹുകളും തക്ബീറുകളും ആദ്യമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് അൽ ഖിയാമു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്തു നിന്നുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായി നിങ്ങൾ ജീവിക്കുക എന്നതാണ്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ അല്ലാഹുവിന് വിധേയപ്പെടേണ്ടതുണ്ട്. അതിന് ആദ്യമായി വേണ്ടത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി കഴിയുക എന്നതാണ്. ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും അതിൻ്റെ മൂല്യം കണക്കാക്കി തിരിച്ചറിയണം എന്നാണ് ശരീഅത്ത് പറയുന്നത്. സാധാരണഗതിയിൽ വളരെ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ മൂല്യം കൽപ്പിക്കാറില്ല. ഒരു വസ്തുവിന് വിലയുണ്ടാകും, എന്നാൽ അല്ലാഹു ആവശ്യപ്പെടുന്നത് അതിൻ്റെ വിലയല്ല, മൂല്യമാണ്. 1 കിലോ അരിക്ക് 50 രൂപ 60 രൂപ എന്നത് അതിൻ്റെ വിലയാണ്. എന്നാൽ 10,000 രൂപയുള്ള ഒരു മുദ്രപത്രം, സ്റ്റാമ്പ് പേപ്പർ, അതിന് വിലയായിട്ട് അത്രയൊന്നും ഉണ്ടാവില്ല. 10 20 രൂപ മാത്രമേ ഉൽപാദന ചെലവുണ്ടാവുകയുള്ളൂ. പക്ഷെ അതിൻ്റെ മൂല്യം 10,000ആണ്. ഈ മൂല്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിൽ നാം കണക്കാക്കേണ്ടത്. അങ്ങനെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു സാധാരണ വില കൽപ്പിക്കുന്നതിനേക്കാളേറെ അതിൻ്റെ അപാരമായ മൂല്യം നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളുടെ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് വേണ്ടി വിധേയപ്പെട്ടുകൊണ്ട് അവന് വേണ്ടി നിലകൊള്ളുക എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നതാണ് മറ്റൊരു സംഗതി. അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നാം ചോദിക്കാതെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ചോദിച്ചാൽ അതിനേക്കാളേറെ ലഭിച്ചുകൊണ്ടിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മില്ലത്ത് അതാണ് നമ്മളോട് അറിയിക്കുന്നത്.
ശാകിറൻ ലിഅൻഉമിഹി. എല്ലാ നിഅമത്തുകൾക്കും ശുക്ർ ചെയ്തു ജീവിച്ചു എന്നതാണ് ഇബ്രാഹിം നബിയെ വ്യതിരിക്തനാക്കിയത്. അതാണ് നമ്മളോടും അല്ലാഹു ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ജീവിതത്തിന് പ്രത്യുപകാരം അല്ലാഹു നൽകുക? അതിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട്. വളരെ ചെറിയ ചോരക്കുഞ്ഞായ ഇസ്മായിലിന് ദാഹം അധികരിച്ചപ്പോഴും വെള്ളത്തിന് വേണ്ടി ഉമ്മ ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ആ കുഞ്ഞിന് ദാഹം തീർക്കാൻ ഒരു ഗ്ലാസ് വെള്ളം മതിയാവും, അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം മതി. ഇനി കുഞ്ഞിന്റെയും ഉമ്മയുടെയും ദാഹം തീർക്കാൻ 10 15 ഗ്ലാസ് വെള്ളം മതിയാകും. പക്ഷേ പടച്ചവൻ എത്രയാണ് കൊടുത്തത്? 10,000 വർഷം കുടിച്ചാലും തീരാത്ത ഒരു ജലസംഭരണിയാണ് അല്ലാഹു കൊടുത്തത്. അങ്ങനെയാണ് അല്ലാഹു കൊടുക്കാൻ വിചാരിച്ചാൽ ഒരു തുള്ളി വെള്ളം വേണ്ടപ്പോൾ എല്ലാവർക്കുമായി ജലം കൊടുക്കും. ഇന്നും ആ കിണറ്റിലെ വെള്ളം 1 ഇഞ്ച് പോലും പറ്റിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ കൊടുക്കുന്നവനാകുന്നു അല്ലാഹ്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും ഒരു കണക്കിനകത്താണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. 1 എന്നെഴുതിയിട്ട് 2 പൂജ്യം ഇട്ടാൽ അത് നമുക്ക് 100 എന്ന് വായിക്കാം. ആ 100ന്റെ വലിപ്പം നമുക്ക് അനുമാനിക്കാം. 4 പൂജ്യം ഇട്ടാൽ 10,000 എന്ന് വായിക്കാം. അതിന്റെ വലിപ്പവും വ്യാപ്തിയും നമുക്ക് കണക്കാക്കാൻ പറ്റും. 6 പൂജ്യമാണെങ്കിൽ 10 ലക്ഷം എന്ന് വായിക്കാം. അതിന്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 1ന് ശേഷം ഒരു 25 പൂജ്യം ഇട്ടാലോ നമുക്ക് എളുപ്പത്തിൽ വായിക്കുക സാധ്യമല്ല. വായിച്ചാലും അതിന്റെ വോള്യം, വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മളുടെ ഹിസാബിന്റെ കണക്കിന്റെ അപ്പുറത്താണ്. ഇങ്ങനെ നമ്മളുടെ കണക്കിന്റെ അപ്പുറത്താണ് നമുക്ക് അല്ലാഹു നൽകുന്നത്. സംഖ്യ കൊണ്ട് എഴുതിയിട്ട് വായിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളായിരിക്കും അല്ലാഹു നൽകുക. ഹാജറ ബീവിയുടെ ചോദ്യത്തിന് അല്ലാഹു നൽകിയതുപോലെ അല്ലാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ നാം ചോദിക്കുന്നത് എന്തും ഹാജറക്ക് നൽകിയതുപോലെ അല്ലാഹു കൊടുക്കുമെന്നാണ് ഇബ്രാഹിം മില്ലത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. രണ്ടാമത്തെ കാര്യം, ഇന്ന് നാം കാണിക്കേണ്ട, ഇന്നല്ല ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട തൗഹീദ്, അർപ്പണബോധമാണ്. ആദ്യം പറഞ്ഞ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് അർപ്പിക്കുക എന്നത്. നമുക്ക് എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും കന്നുകാലികളെ അറുത്ത് ബലിദാനം നടത്താൻ സാധിക്കുകയില്ല. അത് ഇസ്ലാം ആവശ്യപ്പെടുന്നുമില്ല. അതിൻ്റെ എല്ലാം ഒരു പ്രതീകമാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. പക്ഷേ അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹുവിന് അർപ്പിക്കാൻ പറ്റും. നമ്മളുടെ പണമോ നമ്മളുടെ അറിവോ നമ്മളുടെ ജനസമ്മിതിയോ ഒന്നും അല്ലാഹുവിന് ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെ അല്ലാഹുവിന് അർപ്പിക്കുന്നതിലൂടെ ഒരേ ഒരു കാര്യം മാത്രമാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ. നിങ്ങളുടെ ഭക്തി എത്രയുണ്ട് എന്ന് അളന്ന് അന്വേഷിക്കുവാനാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സമ്പത്തും നമ്മളുടെ കഴിവുകളും മറ്റു ശേഷികളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരല്പം അല്ലാഹുവിന് വേണ്ടി നീക്കി വെച്ചാൽ അവിടെയാണ് ഈ പറഞ്ഞ തൗഹീദ് അല്ലെങ്കിൽ അർപ്പണബോധം ഇസ്ലാം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള അർപ്പണബോധം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ മറ്റൊരു മാതൃക. ആ അർപ്പണബോധത്തെ അടയാളപ്പെടുത്തിയാണ് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം നബിയുടെ വാക്കുകളായിട്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എൻ്റെ മുഖത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെ മൊത്തമായി അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു.
ഹനീഫൻ, ഒരു വക്രതയുമില്ലാതെ, വളവും തിരിവും ഒളിച്ചു വെക്കലും കബളിപ്പിക്കലും ഒന്നുമില്ലാതെ പൂർണ്ണമായും